എല്ലാവർക്കും തനൂസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തില് ഒരു മത്തങ്ങ കറിയാണ്. മത്തങ്ങായും പരിപ്പും കൊണ്ടിട്ടുള്ള വളരെ പെട്ടെന്ന് തന്നെ ഏകദേശം ഒരു 10 മിനിറ്റ് മതി ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് എളുപ്പത്തിൽ ഒരു മത്തങ്ങ കറി തയ്യാറാക്കാം. അതിന് വേണ്ടത് ഇതൊരു വലിയൊരു കഷ്ണം മത്തങ്ങയാണ്. ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കാം. പിന്നെ വേണ്ടത് പരിപ്പാണ്. മത്തങ്ങയുടെ അത്രയും തന്നെ ഒരു 3/4 കപ്പോളം പരിപ്പുണ്ട്. ഇത് അപ്പോൾ പരിപ്പ് നന്നായിട്ട് ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതിന് ശേഷം എടുത്തിട്ടുള്ളതാണ്. ഇതിനി നമുക്ക് കുക്കറിൽ ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. പരിപ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പരിപ്പിന്റെ വേവെല്ലാം ഓരോരുത്തരുടെ പരിപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലപ്പോൾ ചില പരിപ്പാണെങ്കിൽ ഒരു വിസിലിന് വേവും, ചിലതാണെങ്കിൽ ചിലപ്പോൾ 2 or 3 വിസിൽ വേണ്ടി വരും. അപ്പൊ ഇതൊരു 3 വിസിലിന് ഈ പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടും. ആവശ്യത്തിന് വെള്ളം, ഞാനിപ്പോ ഒരു 1/2 കപ്പ് പരിപ്പ് നികന്ന് കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ, 1/4 മുതൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് പരിപ്പ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കുക്കർ ഓൺ ചെയ്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്ത് കുക്കർ അടച്ചു വെച്ച് ഞാനത് ഒരു 3 വിസിൽ വേണം എനിക്ക് ഇത് വേവിച്ചെടുക്കാനായിട്ട്. പരിപ്പ് വേവുന്ന സമയത്ത് നമുക്ക് ഒരു 10-15 ഉള്ളി, ചുവന്നുള്ളി എടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കണം. ഉള്ളിയും പിന്നെ ചതച്ച മുളകുമാണ് വേണ്ടത്. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഈ ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചതച്ച മുളക്, അതുപോലെ ക്രഷ്ഡ് ചില്ലി ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഈ ഉള്ളിയും മുളകും കൂടി നന്നായി ചതച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കുക്കർ വിസിലെല്ലാം പോയിട്ടുണ്ട്. തുറന്നു നോക്കാം. പരിപ്പ് കറക്റ്റ് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം കിട്ടാനായിട്ട്. പരിപ്പ് നല്ലോണം വെന്ത് ഉടയണം. അപ്പൊ ഇനി നമുക്ക് മത്തങ്ങ കൂടി ഇട്ടിട്ട് ഒറ്റ വിസിലിൽ വേവിച്ചെടുക്കാം. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് ഈ മത്തങ്ങയും പരിപ്പും കൂടി നല്ലവണ്ണം കുഴഞ്ഞ് ആ ഒരു പരുവത്തിൽ ഇരിക്കും. അപ്പൊ ഞാൻ ഇതിലേക്ക് നമ്മുടെ മത്തങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു അല്പം വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. വെള്ളം അധികമായി പോകണ്ട ഈ കറിക്ക്. ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടി ഇപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. ഇത് മൊത്തത്തിൽ ഇങ്ങനെ ഒരു കുഴഞ്ഞ ഒരു പരുവത്തിലിരിക്കുന്ന ഒരു കറിയാണ്. ഇങ്ങനെ ലൂസായിട്ട് ചാറ് പോലത്തെ ഒരു കറിയല്ല. മത്തങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിനു ശേഷം വേറെ പച്ചമുളകൊന്നും ഞാൻ ചേർക്കുന്നില്ല. മുളക് പൊടി വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല. നമ്മൾ ക്രഷ്ഡ് ചില്ലി നേരത്തെ പൊടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അപ്പൊ അത് മാത്രം മതിയാകും. ഇനി ഇതൊരു ഒറ്റ വിസിലൊന്ന് ഈ മത്തങ്ങ ഒന്ന് വേവിച്ചെടുക്കാം. വീണ്ടും കുക്കർ അടച്ചു വെക്കാം. ഒറ്റ വിസില്. അപ്പോൾ മത്തങ്ങ വേവാൻ എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഉള്ളി മുളകും ഒന്ന് മൂപ്പിച്ചെടുക്കാം. വെളിച്ചെണ്ണയിൽ കടുക് താളിച്ച് മൂപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും കുക്കറിന്റെ വിസിൽ പോയിട്ടുണ്ടാവും. അപ്പൊ നമുക്കിത് നേരെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഈ കറി ഉണ്ടാക്കാനായിട്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. വളരെ എളുപ്പത്തിൽ തേങ്ങയൊന്നും അരക്കുകയും വേണ്ട. എളുപ്പത്തിൽ ഒരു കറിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മത്തങ്ങ കറി. അപ്പൊ നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുകിട്ട് താളിച്ചെടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോഴേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും മുളകും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ചെറിയ തീയിലിട്ടൊന്ന് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഉള്ളിയും മുളകും ഇപ്പൊ നമ്മുടെ ഉള്ളിയുടെ മുളകിന്റെ എല്ലാ ഒരു പച്ചക്കുത്ത് പച്ചമണം മാറിയിട്ടുണ്ട്. ഇത് ഒരുപാട് മൊരിഞ്ഞൊന്നും വരണ്ട. ഇനി ഇത് നമ്മുടെ മത്തങ്ങ പരിപ്പ് കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ മത്തങ്ങായും പരിപ്പും നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് തമ്മിൽ യോജിച്ചിട്ടുണ്ട്. നന്നായിട്ട് മിക്സായി നമ്മുടെ ഈ കയ്യിലുകൊണ്ട് തന്നെ ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം.
ഇനി ഇതിലേക്ക് നമ്മുടെ ഈ ഉള്ളിയും മുളകും മൊരിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി കഴിഞ്ഞു. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല. ഇത് നമ്മളൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റോളം ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ഫ്ലെയിം ഒന്നും ഓഫ് ചെയ്തിട്ടില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ സമയത്ത് ഇതിന്റെ ഉപ്പെല്ലാം ഒന്ന് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഇപ്പൊ ചേർത്ത് കൊടുക്കാം. ഉപ്പെല്ലാം പാകത്തിനാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മത്തങ്ങ പരിപ്പ് കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ വളരെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി റെഡിയാക്കി എടുക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കരുത്. അതുപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. താങ്ക്